ഒളിവിലുള്ളവർക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട 12 പേരാണ് ഒളിവിലുള്ളത്. ഇന്നലെ അറസ്റ്റ് ചെയ്ത 6 പേരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോളേജിലെ ആന്റി റാഗിംഗ് സെൽ അംഗം അരുണിന്റെ നേതൃത്വത്തിലാണ് സിദ്ധാർത്ഥനെ നഗ്നനാക്കി റാഗ് ചെയ്തത് എന്ന് പറഞ്ഞാൽ കോളേജിലെ ആന്റി റാഗിംഗ് സംഘത്തെ നയിക്കുന്നയാളാണ് റാഗ് ചെയ്യാൻ മുൻകൈ എടുത്തത് എന്ന്. അതാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ കലാശിച്ചത് എന്നാണ് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ന് KSUവിന്റെ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങുകയും ചെയ്യും. ദീപക് മോഹൻ ചേരുന്നു. ദീപക് മോഹൻ, കേട്ടുകേൾവിയില്ലാത്തതാണ്. ആന്റി റാഗിംഗ് സെല്ലിന്റെ നേതാവ് തന്നെ റാഗിംഗ് നടത്തുക, ഒടുവിൽ സിദ്ധാർത്ഥൻ ഇതിന് വിധേയനാവേണ്ടി വരിക, സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് ഇത് കലാശിക്കുക. എന്താണ് പൂക്കോട് നടന്നത്? ഇനി എത്ര പേരെ കൂടി പിടികൂടാനുണ്ട്? എത്ര പേർക്കായിട്ടാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോകുന്നത് പോലീസ്? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. തുടർന്നാണ് പോലീസ് അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ റാഗിംഗ് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായത്. അതോടൊപ്പം റാഗിംഗ് മാത്രമല്ല, പരസ്യ വിചാരണയും നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഇന്നലെ 6 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്ത് പ്രതികളെ ഇന്ന് രാവിലെയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ 6 പേരും സിദ്ധാർത്ഥൻ 2ാം വർഷ BVSC വിദ്യാർത്ഥിയായിരുന്നു. ഇന്നലെ അറസ്റ്റ് ചെയ്ത 6 പേരും 2ാം വർഷ വിദ്യാർത്ഥികൾ തന്നെയാണ്. മാത്രമല്ല 20-ലേറെ പ്രതികളുണ്ടെന്ന് ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോട് വെളിപ്പെടുത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവിധ ജില്ലകളിലേക്ക് ഈ പ്രതികളുടെ വീടുകളിലേക്കും ഇവരിപ്പോൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങോട്ടേക്കെല്ലാം പോലീസ് പോയിട്ടുണ്ട്. ഏതായാലും ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പാലക്കാട്, കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള ഈ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പങ്കാളികളായ അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ ക്രൂരമായി പീഡിപ്പിച്ച വിദ്യാർത്ഥികൾക്കായുള്ള തിരച്ചിൽ ഇന്നലെ പോലീസ് ആരംഭിച്ചിരുന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 20-അംഗ പോലീസ് അന്വേഷണ സംഘത്തിനാണ് അന്വേഷണ ചുമതല. ഇവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ സിദ്ധാർത്ഥൻ മരണത്തിന് മുൻപ് ക്രൂരമായി പീഡനം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വെളിവാക്കുന്ന രീതിയിലുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 3 മണിക്കൂറിലേറെ തുടർച്ചയായി മർദ്ദനമേറ്റിരുന്നു. മാത്രമല്ല ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത്, വൈത്തിരി കോളേജിലെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഈ പരസ്യമായി വിചാരണ നടക്കുന്ന ഒരു കേന്ദ്രമാണ്. സമാന്തരമായി മറ്റൊരു കോടതി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ എന്ത് പ്രശ്നങ്ങൾക്കും ഈ പരാതികൾക്കും ഇവിടെ തീർപ്പ് കൽപ്പിക്കും. അതോടൊപ്പം ശിക്ഷയടക്കം ഇവിടെ നിന്ന് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ഇന്നലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോട് വെളിപ്പെടുത്തിയിരുന്നു. ഏതായാലും കൂടുതൽ പ്രതിപക്ഷ സംഘടനകൾ ഈ വിഷയം ഏറ്റെടുത്ത് വ്യാപകമായി പ്രതിഷേധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ KSUയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നടക്കുന്നുണ്ട്. അതോടൊപ്പം നാളെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൈത്തിരി പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് മാർച്ചും ധർണയും നടക്കും. വരും ദിവസങ്ങളിൽ ABVPയും അതുപോലെ BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ വിവിധ പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് ഇപ്പോഴുള്ള തീരുമാനം. ഏതായാലും സിദ്ധാർത്ഥന്റെ മരണത്തിൽ നേരത്തെ ഇത്തരത്തിൽ ഒരു ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് കേസ് അന്വേഷിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. ഏതായാലും പ്രതികൾ ഉടൻ തന്നെ വലയിലാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇന്ന് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ പ്രതീക്ഷ. അരുൺ.